തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. മുട്ടു തേയ്മാനത്തിന് ചികിത്സ തേടിയ രോഗിയെ ആമവാദത്തിന് ചികിത്സിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി നെടുമങ്ങാട് സ്വദേശി ടി ഷീല. എന്നാൽ സന്ധിവാതത്തിനാണ് മരുന്ന് നൽകിയതെന്ന് ഡോക്ടർ വിശദീകരിക്കുന്നു. എന്നെ ഒന്നൊരു ടെസ്റ്റ് നോക്കുകയും എൻ്റെ ബ്ലഡ് ഒന്ന് പരിശോധിക്കുകയും ആമവാദത്തിൻ്റെ ബ്ലഡ് നോക്കി ഒന്ന് പരിശോധിക്കുകയും ഒന്നും ചെയ്യാതെ ഡോക്ടർ ആമവാദത്തിൻ്റെ ഗുളിക എഴുതി തന്ന് ഈ ഗുളിക ഒരു 5 ദിവസം കഴിച്ചിട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞു. ഈ 5 ദിവസം ഞാൻ 500 രൂപയായി ഗുളിക വാങ്ങിച്ചപ്പോൾ ഈ കൊണ്ടുവന്ന് ഞാൻ കഴിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് അസ്വസ്ഥതകളൊക്കെ അനുഭവിച്ച് 5 ദിവസം ഞാൻ കഴിച്ച് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച സാരമായി എന്നെ ബാധിച്ച്. കണ്ണൊക്കെ പഴുത്ത് മൂടി, ചെവി അങ്ങ് പഴുത്ത്, ശരീരം കംപ്ലീറ്റും പഴുത്ത്. എനിക്ക് ആമവാദം ഉണ്ടോ ഇല്ലേന്ന് അറിയാനുള്ള ടെസ്റ്റ് നടത്തി. അതിൽ ആമവാദം എനിക്ക് ഇല്ലെന്ന് തെളിഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഗവൺമെൻറ് ആശുപത്രി പോയി നോക്കി. ഇങ്ങനൊരവസ്ഥ ഇനി മറ്റാർക്കും വരരുതെന്നുള്ള അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നുണ്ട്. വീണ, ഇടതു കൈയിൽ ഒടിഞ്ഞു വരുന്ന ആളിന് വലത് കൈയിൽ പ്ലാസ്റ്റർ ഇടുക, വലത് കൈ മുറിഞ്ഞു വന്നാൽ ആ കൈ മുറിച്ചു മാറ്റുക, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കണ്ടത്. ഈ ആരോഗ്യമന്ത്രി മാറിയില്ലേ? ഇനിയും മുട്ടുതേയ്മാനത്തിന് വന്നാൽ ആമവാദത്തിന് ചികിത്സിക്കുന്ന ആരോഗ്യ വിഭാഗമായി നമ്മുടേത് മാറിയോ? അതായത് പഴയ സ്ഥിതി തന്നെ തുടരുന്നുവെന്നോ? കൃഷ്ണരാജ്, തീർച്ചയായും ആരോഗ്യ മേഖലയിൽ, അതായത് സംസ്ഥാനത്തെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ വലിയ തരത്തിലുള്ള പിഴവുകൾ വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മന്ത്രി മാറിയെങ്കിലും പിഴവുകൾ തുടർക്കഥയാകുന്നു. അതിൽ ബലിയാടാകുന്നതാകട്ടെ സാധാരണക്കാരായ ജനങ്ങളാണ്. 53 വയസ്സുകാരിയെ നെടുമങ്ങാട് സ്വദേശിനി ഷീലയാണ് ആ ഒരു ദുരിതം നമ്മളോട് വ്യക്തമാക്കിയെന്നുള്ളതാണ്. കാരണം മുട്ടുവേദനയെ ചികിത്സയ്ക്കാണ്, മുട്ട് തേയ്മാനവുമായി ബന്ധപ്പെട്ടാണ് അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജനറൽ വിഭാഗം ഡോക്ടറുടെ ഭാഗത്തേക്ക് ചികിത്സ തേടി എത്തിയെന്നുള്ളതാണ്. ജേക്കബ് ആന്റണിയാണ് ചികിത്സിച്ചത്. അദ്ദേഹം ആദ്യമേ മുട്ട് തേയ്മാനം എന്ന് ഈ രോഗി പറയുമ്പോൾ താങ്കളാണോ രോഗം നിർണ്ണയിക്കുന്നതെന്ന് തിരിച്ച് ഈ രോഗിയോട് മറുചോദ്യം ചോദിച്ചു. തുടർന്ന് ആമവാദത്തിന് ചികിത്സ നൽകി, ഗുളികകൾ കഴിക്കാൻ പറഞ്ഞു. ആ കുറിപ്പടി പ്രകാരം തന്നെ ഷീല മരുന്ന് വാങ്ങി കഴിച്ചു. തുടർന്നാണ് വലിയ തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. ശരീരത്ത് ഈ നീര് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി, കണ്ണിലടക്കം അത് വലിയ തരത്തിൽ ബാധിച്ചു. മുഖമടക്കം വികൃതമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത അവശനിലയിലായി. സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പിന്നെയും ചികിത്സ തേടിയെത്തി. ആശുപത്രിയിൽ നീണ്ട ദിവസം ചികിത്സയ്ക്ക് ശേഷമാണ് പതിയെ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് എത്തിയെങ്കിൽ പോലും ഇപ്പോഴും വലിയ തരത്തിൽ ഷീലയെ ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ചികിത്സാ പിഴവ് തന്നെയാണ് കാരണം. ആമവാദത്തിനുള്ള പരിശോധന തുടർന്ന് നടത്തി ആമവാദം ഇല്ല എന്ന് സ്ഥിരീകരിച്ചു എന്നുകൂടി ഷീല വ്യക്തമാക്കുകയാണ്. തുടർന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരനും ഷീല പരാതി നൽകിയിരിക്കുകയാണ്. നടപടി വേണമെന്നാണ് ആവശ്യം ഉന്നയിക്കുന്നത്. തനിക്കുണ്ടായ ദുരനുഭവം മറ്റാർക്കും ഉണ്ടാകരുതെന്ന് കൂടി ഷീല പറയുകയാണ്. പക്ഷേ ഡോക്ടർ നൽകുന്ന വിശദീകരണം താൻ സന്ധിവാദത്തിനാണ് ചികിത്സ നടത്തിയെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഏറ്റവും പ്രധാനമായി ഷീല ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്ത് രോഗത്തിനാണ് ചികിത്സ തേടിയെത്തുന്നത്? അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളുണ്ട്, തനിക്ക് ഇന്ന അസുഖമാണോ എന്ന് സംശയിക്കുന്നതായ ഒരു രോഗി പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നൽകേണ്ട പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ അതൊന്നും നടത്തിയിരുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ഇത്തരത്തിലുള്ളൊരു മരുന്ന് നൽകിയെന്നുള്ളൊരു ചോദ്യം കൂടി പ്രധാനമായിട്ട് ഉയരുന്നുണ്ട്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത്. സാധാരണക്കാരിയാണ്. സമീപത്തെ ഒരു സ്കൂളിൽ കഞ്ഞിവയ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പാചക തൊഴിലാളി എന്ന നിലയിൽ അല്ലെങ്കിൽ ക്യാൻറ്റീൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഉപജീവന മാർഗമായിരുന്നത്. പക്ഷേ ഈ ചികിത്സാ പിഴവ് മൂലം സ്വന്തമായി തൻ്റെ കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സാമ്പത്തികമായി താൻ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ തനിക്കുണ്ടായ ദുരനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്നാണ് ഷീല പറയുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുകൂടി ആരോഗ്യമന്ത്രിക്ക്. മുട്ടുതേയ്മാനത്തിന് വന്ന രോഗിക്ക് ആമവാദത്തിന് ചികിത്സ. ആരോഗ്യവകുപ്പ് ഇപ്പോഴും പഴയപടി തന്നെ വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.